നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമസ്കാരം രാമകൃഷ്ണേട്ടാ. ഹരി, എല്ലാ തവണത്തേക്കാളും താനിത്തിരി വൈകിയല്ലേ? അത് പ്രസിഡന്റ്, ഇവരുടെ ഒരു കാര്യമുണ്ട്. ഇവര് വഴിക്കുന്ന പിടിച്ചതാ. ഞാനേ അതൊന്ന് തീർത്തിട്ട് പെട്ടെന്ന് വരാം. അമ്മാവനോട് നിൽക്കട്ടെ. കേട്ടോ രാമകൃഷ്ണേട്ടാ, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. പക്ഷേ ഞാൻ ഇടപെടുന്നതിൽ കൂടുതൽ കാര്യത്തിൽ നിങ്ങളുടെ മരുമകൻ ഇടപെടുന്നുണ്ട്. എന്നാ പഞ്ചായത്തിൽ ഒരു സീറ്റ് തരാം, മത്സരിക്കുമെന്ന് ചോദിച്ചാ അതിനും സമ്മതിക്കില്ല. അതുമില്ല. ഏയ് അതൊന്നുമില്ല. അതും പ്രസിഡന്റ് കൂടെ ഉള്ളവരും കൂടെ അങ്ങ് നോക്കിയാൽ മതി. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. അപ്പൊ പ്രസിഡന്റ്, ഞാനൊന്ന് പോയിട്ട് വരാം. അമ്മോ ശരി, വാ. മോളെ, പുറത്ത് ആരൊക്കെയുണ്ട്? ചായ കൊടുത്തേക്കണേ. അതെ അതെ, ചായ. ചായ. ഹരി, വാ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ വന്നിട്ട് കുടിച്ചോളാം. ഹലോ, ഞാൻ ജീവന. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു കോള്? നല്ല തിരക്കല്ലേ? എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അല്ല, ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. നേരിട്ട് പറയേണ്ട കാര്യം. ഒന്ന് എൻ്റെ അടുത്തേക്ക് വരുമോ? അതിപ്പോ എവിടെയാ നിക്കുന്നേ? പുറകിലൊരു തെങ്ങിൻ തോപ്പില്ലേ, ഞാൻ അവിടെ ഉണ്ട്. അയ്യോ, ഞാനിവിടുന്നിപ്പോ. താനൊന്ന് വാടോ, പെട്ടെന്ന് പോ. ആ ശരി. അവള് ഇപ്പൊ വരും. എതുക്ക് സാറേ ഇതെല്ലാം? ഞാൻ വിളിച്ച സ്ഥലത്തേക്ക് അവള് തനിച്ച് വരികയാണെങ്കിൽ അതിനർത്ഥം അവസരം കിട്ടിയ കൊഞ്ചാനും കുഴയാനും താല്പര്യമുള്ള ഒരുത്തിയാണെന്ന്. അങ്ങനെ അവള് വന്നാല് അവളൊരു മോശം പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ എനിക്കത് മതി. അയ്യ, അത് കെട്ടാൻ പോകുന്ന ആള് വിളിച്ചാല് ഏത് പെണ്ണാലും വരില്ല. വരില്ല. അവള് നല്ലവളാണെങ്കിൽ വരില്ല. വന്ന ഈ ബന്ധം അതോടെ തീർന്നു. കണ്ടോടാ അവള് തനിച്ചു വരുന്നത്. ഇവളെയൊക്കെ മനസ്സിലാക്കാനേ ഇനി എന്താ വേണ്ടേ? സാറേ, അന്ത പൊണ്ണ് മിണ്ടരുത്. എല്ലാം ഞാൻ ഈ നിമിഷം അവസാനിപ്പിക്കാൻ പോവാ. എന്താ എന്തിനാ തിരക്ക് പിടിക്കുന്നത്? ഇവിടെ നല്ല രസമല്ലേ? ശരവണനെ പറഞ്ഞുവിടാം. എന്നിട്ട് നമുക്ക് കുറച്ചു നേരം. അയ്യോ, അത് പറ്റില്ല. എനിക്ക് പോണം. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാ? പറയാൻ ഒരുപാടുണ്ട്. ഇത്ര ആളുകൾക്കിടയിൽ നിന്നും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വിളിച്ച നല്ലൊരു പെൺകുട്ടി വരും. ചടങ്ങിന് പ്രാധാന്യമില്ല, ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും പ്രാധാന്യമില്ല. അവസരത്തിന് പ്രാധാന്യം. അവസരത്തിന്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും. ഒന്നും പറയണ്ട. അതെന്താടാ?
വിളിച്ചു വരുത്തിയിട്ട് ഒന്നും പറയണ്ടെന്ന് മോളോട് പറയുന്നത്? ഇതെന്താ ഇവിടെ? നീ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ മോള് വല്ലാതെ പേടിച്ചു. അതാ ഞങ്ങളെ വിളിച്ചോണ്ട് പോന്നത്. എന്താ മോനെ കാര്യം? എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയമുണ്ടോ? എന്തായാലും ഈ നേരത്ത് മോളെ ഇങ്ങോട്ട് വിളിച്ചത് തീരെ ശരിയായില്ല ജീവ. അമ്മേ, ഇതിനൊക്കെ കാരണം ദൈവം ഒറ്റ ഒരുത്തനാ. நானா? നീ തന്നെ. என்னையா? ഞാൻ നിത്യയുടെ സ്വഭാവത്തെക്കുറിച്ചും നിത്യയെക്കുറിച്ചും പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? നാട്ടുമ്പുറത്ത് നന്മയൊന്നും നോക്കണ്ട, അവസരം കിട്ടിയ ഇത്തരക്കാര് തനി സ്വഭാവം കാണിക്കുന്നു. நான் யாரு? നീ അങ്ങനെ പറഞ്ഞോ ശരവണ? அல்ல மேடம், நான் அந்த மாதிரி. പറഞ്ഞു 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 എന്ന് മാത്രമല്ല തർക്കിക്കുകയും ചെയ്തു. ആദ്യം ഇവനൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാ നിത്യ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ എന്താ നിന്നോട് പറഞ്ഞു? என்ன? നിത്യ നല്ലവളാണ്, തനിച്ചു വരില്ല, വരുമ്പോ അച്ഛനും അമ്മയെ കൂടെ ഉണ്ടാവുന്നല്ലേ. ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചേ? மேடம் மேடம் அப்படி அல்ல, நான் வந்து அம்மா മിണ്ടിപ്പോരുത്. നിനക്ക് സംശയിക്കാനും പരീക്ഷണം നടത്താനും ഉള്ളതാണോ പെൺകുട്ടികള്? அது என்கிட்ட அல்ல சொல்ல வேண்டது. സോറി അങ്കിളെ, ഇവൻ ഈ നാട്ടുപുറത്തിന്റെ നന്മ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞ കാര്യമില്ല, എല്ലാവരും ഈ സംശയത്തോടെ നോക്കിയ ശീലം. നിത്യ, ഐ എം സോറി, ഐ എം റിയലി സോറി. പോട്ടെ മോളെ, ഈ തിരുമണ്ടൻ ഓരോന്ന് പറയാനും ഇവൻ അതിന്റെ പിന്നാലെ പോവാനും. അല്ല ഏട്ടാ, ശരിക്കും നിത്യേച്ചിയെ കുറച്ചു നേരം അടുത്തു നിന്ന് കാണാന്ന് വിചാരിച്ചു വിളിച്ചതാണോ? ആയിരിക്കും അമ്മേ. അങ്ങനെയൊന്നുമില്ല. ചമ്മണ്ട ചമ്മണ്ട, നിന്റെ മുഖത്തതുണ്ട്. എന്താ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇനി നീ ഇവളെ വിളിക്കില്ലല്ലോ? അമ്മേ, ഇല്ല, വിളിക്കില്ല വിളിക്കില്ല. വാ മോളെ. ഇവന്റെ ഒരു കാര്യം പേടിപ്പിച്ചു കളഞ്ഞു മനുഷ്യനെ. വാ. ஐயா, என்னால என்ன அம்மாவுக்கு முன்னாடி எதுக்கு ஐயா? അമ്മയുടെ മുമ്പിൽ ഇതിന്റെ സത്യം വെളിപ്പെടുത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. ஐயா, என்னை இஞ்சிஞ்சாய் கொல்லதுக்கு அப்புறம் ஒரடிக்கு கொல்லுங்க, கொல்லுங்க. ഒന്നേ മിസ്സായിട്ടുള്ളൂ, ഇനിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.